ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ദം ബിരിയാണി എങ്ങനെ വെക്കാൻ നോക്കാം കേട്ടോ. മട്ടൻ ദം ബിരിയാണിയാണ്. അപ്പോൾ കല്യാണ വീടുകളിലും ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ദം ബിരിയാണി എങ്ങനെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലിട്ടിട്ട് അതിൽ പെപ്പർ പൗഡറും ടർമറിക് പൗഡറും സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കത് വേവാൻ വെക്കാം. ഒരു 5-6 വിഷിലൊക്കെ വരട്ടെ. 5 വിഷിലെങ്കിലും വേണം കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്, വിഷിൽ വരുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്കാം നമുക്ക്. അപ്പോൾ അത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് കുറച്ച് ഉള്ളി പൊരിച്ചെടുക്കണം. അപ്പോൾ ഇത് ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ ദമ്മിടുമ്പോൾ അത് ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് ബിരിസ്ത എന്ന് പറയും കേട്ടോ. അപ്പോൾ ഉള്ളിയും കാഷ്യും റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ റോസ്റ്റായി എടുത്തതിന് ശേഷം അതിൽ ആവശ്യത്തിന് ഇനി വേണമെങ്കിൽ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിക്കാം കേട്ടോ. അത് ഓപ്ഷണലാണ്. ആവശ്യമെന്നുണ്ടെങ്കിൽ അതിൽ ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്ത് അത് നല്ലോണം ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം വഴറ്റിയെടുക്കണം. അത് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 2-3 തക്കാളിയൊക്കെ മതി. അപ്പോൾ 3 തക്കാളി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചാൽ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചാൽ അത് നല്ലോണം വഴണ്ടി വരുള്ളൂ. അപ്പോൾ ഇതാ നമുക്കതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അടച്ച് വെച്ച് 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കണ്ടാൽ നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല അലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2-3 സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം പച്ചമണം മാറുന്നവരെ നല്ല ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല. എണ്ണയിൽ നല്ല റോസ്റ്റ് ആക്കണം. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ചതച്ചതും കൂടി ഒരു 3-4 സ്പൂൺ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ സവാള വഴറ്റുമ്പോൾ അതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ അത് ഇട്ട് കൊടുത്ത് പിന്നെ ബിരിയാണി മസാല കുരുമുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് പുതിന ഇലയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വെന്ത ഈ മട്ടൻ ഉണ്ടല്ലോ അത് ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇതിൽ ഒഴിക്കണം കേട്ടോ. നമുക്ക് വെള്ളം അത്ര ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ വറ്റിക്കുകയെങ്കിലും ചെയ്യണം. അല്ലാതെ വെള്ളം നമുക്ക് എടുത്തു വെക്കാൻ പാടില്ല. അതായത് വെള്ളം മാറ്റിയിട്ട് ഇറച്ചി മാത്രം ഇട്ട് കൊടുക്കുമല്ലോ, അങ്ങനെ ചെയ്യരുത്. അത് വെന്ത വെള്ളം തന്നെ അതിലുണ്ടാവണം. എന്നിട്ടത് നമുക്ക് ചോറ് വെക്കാം. അടുത്തൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അത് ആ റേഷ്യോയിൽ നമുക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി അതിലിട്ട് കൊടുക്കാം. ഞാനെടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. അത് ഒരു 10-15 മിനിറ്റ് മുമ്പ് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കണം, കുതിരാൻ വെക്കണം. ഇത് ഞാൻ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ആ കുതിർന്ന അരിനെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി അടച്ച് വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കുമ്പോൾ ഇതൊരു ഹാഫ് വേവ് ആയിട്ടുണ്ട്. വീണ്ടും അടച്ച് വെച്ച് കൊടുക്കാം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വെന്തിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ട് പാത്രം മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചോറൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ലെയർ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. ചോറ് കുറച്ച് അതിൻ്റെ മുകളിൽ മസാലേൻ്റെ മുകളിൽ ചോറ് ഇട്ട് കൊടുത്ത് അതിന് ശേഷം ഫുഡ് കളർ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി നമുക്ക് പാലിൽ കലക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് പിന്നെ ഉള്ളി പൊരിച്ചതും കാഷ്യൂ എല്ലാം പൊരിച്ചതുണ്ടായിരുന്നു. അതിൽ പുതിന ഇലയും മല്ലിയിലയും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതെല്ലാം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. വീണ്ടും ചോറിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെയാണ്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക, ഫുഡ് കളർ ഇട്ട് കൊടുക്കുക, പിന്നെ ഈ ബിരിസ്ത ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ലെയർ ആക്കിയിട്ട് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നെയ്യ് ഒഴിക്കണം. അപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും നെയ്യിൻ്റെ. അപ്പോൾ അതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കളറും നെയ്യും ഒക്കെ ഇട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റെങ്കിലും വെക്കണം. നല്ല ലോ ഫ്ലെയിം ആക്കിയിട്ട്. അടിയിൽ വേണമെങ്കിൽ ഒരു പഴയ പാന് നിങ്ങൾക്ക് വെക്കുക, ചോറ് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യാം കേട്ടോ.
ഒരു പഴയ പാൻ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് നല്ല ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ പാനിൻ്റെ ചൂടിൽ തന്നെ ആവി നല്ല ദമ്മ് കയറുകയും ചെയ്യും. പിന്നെ ചോറും മസാലയും നല്ല ചൂടും ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ല ഇങ്ങനെ ആവി കയറുന്ന നല്ല ബിരിയാണി ആയിട്ടുണ്ടാവും. ഇത് നല്ല സ്മെല്ല് തന്നെ നല്ല ഇതുണ്ട് കേട്ടോ, നല്ല നെയ്യിൻ്റെ ഒക്കെ സ്മെല്ലായിട്ട് മട്ടൻ്റെ ഒക്കെ. അപ്പോൾ നമുക്ക് മുകളിലുള്ള ചോറ് മാത്രം നമുക്ക് ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചോറ് മാത്രം നല്ലോണം എല്ലാം മിക്സാക്കി എടുത്തതിന് ശേഷം ഇതാ മസാല ഇതുപോലെ വന്നിട്ടുണ്ട്. അടിയിലുള്ള മസാലയും കുറച്ച് ചോറും അതിൽ മിക്സായിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.